ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോസിൽ ഒരു ഇഫ്താർ ഡ്രിങ്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഇഫ്താർ ഡ്രിങ്ക് എന്നല്ല, ഇപ്പം പിന്നെ ചൂടാണല്ലോ, നല്ല ചൂടാണല്ലോ. അപ്പോൾ ഏത് പിന്നെ സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഒന്നുകൂടി കൂളാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസ്കസ് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഇതിക്ക് അധികം ഒന്നും ചേർക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരൊറ്റ കക്കരിക്ക മാത്രം മതി. പിന്നെ തോന ആളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 2 കക്കരിക്കൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കക്കരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനല്ല, മോളാണ് ചെയ്തുകൊണ്ടിരിക്കണം, ഞാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് പിന്നെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണ കണ്ടപ്പോൾ എനിക്കൊരു പേടി, കൈമ തട്ടുമെന്നൊക്കെ. എന്തായാലും ഉള്ള ഇഞ്ചിയൊക്കെ അരിഞ്ഞ് അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഒറ്റൊരു നാരങ്ങ മതി കേട്ടോ. അത് പിഴിഞ്ഞിട്ട് അതിന്റെ നീരെടുക്കുക. പിന്നെ അതിന്റെ കുരു പെടരുത്. വെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ജ്യൂസ് അടിച്ച് വെച്ചാൽ നമുക്ക് അടിച്ച് വെച്ചുകൊണ്ട് നമ്മൾ കഴിക്കണില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടില്ല നമ്മൾ കഴിക്കുള്ളൂ. കൂളാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ, അപ്പോൾ അത് കയ്പ്പ് വരും. അപ്പം അതിന്റെ ആ ഒരു കുരു ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, മല്ലിച്ചപ്പല്ല സോറി, പുതിന കേട്ടോ. പുതിനയും കൂടി ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടെ പുതിന ഉണ്ടായിരുന്നില്ല, പിന്നെ മുളക് ഞാൻ ഒഴിവാക്കിയതാണ്, കാരണം ഇഞ്ചി അത്യാവശ്യം പേരുള്ള ഇഞ്ചിയാണ്. അപ്പൊ അത് മതി എന്നുള്ളത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതാ നമ്മൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അതിന്റെ ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് അരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അഥവാ അടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് അടിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തവണ കൂടി അടിച്ചെടുത്തിട്ട് വെള്ളം കൂട്ടി അടിച്ചെടുത്തിട്ട് അതിന്റെ ജ്യൂസ് കംപ്ലീറ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിത് ഒന്നുകൂടി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ വീണ്ടും ഞാൻ ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി പച്ചവെള്ളം ഒഴിച്ചെടുത്ത് ഇളക്കി അതിന്റെ നീര് കംപ്ലീറ്റ് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. കുറച്ചുകൂടി വലിയ അരിപ്പുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പൊ എന്റെ കയ്യിൽ ഈ ഒരു അരിപ്പേ ഉള്ളൂ കേട്ടോ, പാകത്തെ വലുപ്പമുള്ളൂ. കുറച്ചും കൂടി വലുപ്പം വേണം നമ്മൾ ജ്യൂസ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു അരിപ്പ കൂടി എനിക്ക് വാങ്ങണമെന്നുണ്ട്. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് ഡാമേജ് ആയി പോയി, അതിന്റെ ഒരു സൈഡ് ഇങ്ങനെ കീറിപ്പോയി. അപ്പൊ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് ജ്യൂസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇഞ്ചിന്റെയും വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും പിന്നെ പുതിനന്റെ ഇലയും ഇതിലേക്ക് പിന്നെ ചേർത്തെടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ക്ഷീണത്തിനൊക്കെ പറ്റിയ ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് ചൂടല്ലേ, ചൂടനൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്കസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. താങ്ക് യു.